അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ പമ്പേഴ്സ് എടുക്കണ വന്നാലേ പമ്പേഴ്സിൻ്റെ വരവ് ചിലപ്പോൾ ഒരു ഒന്നൊന്നര വരവേക്കാരം. പമ്പേഴ്സിനും ഇത് ഒക്കെ കണക്കന്നെ കേട്ടോ. പമ്പേഴ്സ് ആണെങ്കിലും കുഞ്ഞഹമ്മദാണെങ്കിലും നൗഷാദാണെങ്കിലും ഇനി കോമാടനാണെങ്കിലും ഒക്കെ കണക്കന്നെ. ഓർക്ക് ഇന്നലെ പറഞ്ഞ് ഇന്ന് ഓർമ്മ ഉണ്ടാവില്ല, രാവിലെ പറഞ്ഞ് ഉച്ചക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഉച്ചക്ക് പറഞ്ഞ് അസർക്ക് ഓർമ്മ ഉണ്ടാവില്ല, അസർക്ക് പറഞ്ഞ് രാത്രി ഓർമ്മ ഉണ്ടാവില്ല. ഇനി ഇന്നലെ പറഞ്ഞ് ഇന്നും ഓർമ്മ ഉണ്ടാവില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഈ ആഴ്ച ഓർമ്മ ഉണ്ടാവില്ല, കഴിഞ്ഞ മാസം പറഞ്ഞ ഈ മാസം ഓർമ്മ ഉണ്ടാവില്ല, കഴിഞ്ഞ കൊല്ലം പറഞ്ഞ ഈ കൊല്ലത്തിൽ തീരെ ഓർമ്മയില്ല. എന്നിട്ട് ഇതൊന്നും ഓർമ്മയില്ലാത്ത കോലത്തിലാണ് ഇവരുടെ ഓരോ സംസാരങ്ങളും അവസരയോജിതമായിട്ട് അപ്പക്കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നത് പോലത്തെ കാര്യങ്ങൾ ഒരു പ്രഭാഷകർ ചെയ്യണം. ഒരു മതത്തിൻ്റെ പേരിൽ ആദർശ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആദർശവേദി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തണ മൊയന്തുകൾ. ഇത് നാടന്മാർ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് തലീക്കെട്ടും താടിയും കുന്തവും കുറച്ചൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇത് മൂല്യന്മാരാണ്. എല്ലാവരെയും നാടന്മാരായ ആൾക്കാർ കരുത് അങ്ങനെയാണ് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ്. ഇപ്പം പറയുന്നുണ്ട് സമസ്തൻ്റെ പ്രമേയത്തെ സംബന്ധിച്ചുകൊണ്ട് ഇവൻ പറയുന്നുണ്ട് പമ്പേഴ്സ്. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. പമ്പേഴ്സ് ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഇനി സമസ്തയുടെ തന്നെ കാലം നോക്കൂ നിങ്ങൾ. വട്ടൂരികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സമസ്തയുടെ ഒരു കാലം നോക്കൂ ഇനി നിങ്ങൾ. പറയേ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലെയുള്ള സാദാത്യങ്ങൾ ആ കാലഘട്ടം അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, സുന്നികളുടെ ആചാരങ്ങളും കർമ്മങ്ങളും അതിന് ചെറിയ കോട്ടം എവിടെയോ വരുന്നു എന്ന് കാണുമ്പോൾ ഗൗരവത്തോടുകൂടി അവരത് മനസ്സിലാക്കുകയാണ്. ഉറപ്പല്ലേ, ഗൗരവത്തോടു കൂടെ അവർ മനസ്സിലാക്കുകയാണ്. അതിപ്പോൾ എൻ്റെ സപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടട്ടോ, അത് വേറെ വിഷയം. എൻ്റെ കോമാടന്മാരോർക്ക് പറഞ്ഞു കൊടുക്കുകയല്ലോ, എൻ്റെ വട്ടൂരികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. സമസ്തയുടെ ഗൗരവത്തോടു കൂടി അവർ കാണുകയാണെന്നാണല്ലോ. ഗൗരവത്തോടു കൂടെ തന്നെ കൈകാര്യം ചെയ്യണത്. അത് അന്ന് കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ സമസ്ത പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്നു. അതന്നെ ശക്തമായി ഇടപെടലുകയാണ്. സമസ്തയുടെ ഫറൂഖ് നടന്ന സമ്മേളനം, ഫറൂഖിലെ സമ്മേളനമാണ് വിശദീകരിക്കുന്നുണ്ട് സമസ്തൻ്റെ. ആയിക്കോട്ടെ. അഥവാ ഇവൻ അന്ന് നിരമ്പിലായിരിക്കും. രണ്ടാളും നിരമ്പിലായിരിക്കും. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും നിരമ്പ് കിടക്കുകയായിരിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം തീരുമാനമായിട്ടില്ലല്ലോ ഓലത്. ആയിക്കോട്ടെ, ബാക്കി പോരെ. ആ സമ്മേളനത്തിൽ ഒരുപാട് വിഷയങ്ങൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ വലിയ പ്രമേയങ്ങളായി അവതരിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ. ആ പ്രമേയങ്ങളിലൊക്കെ ഉള്ള ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ഖാദിരിയ, റിഫായിയ, ചിശ്തിയ, സുഹ്റവർദിയ ഇങ്ങനെ തുടങ്ങി മശായിഖന്മാരുടെ ത്വരീഖത്തും അതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ, കൂട്ടമായി ചൊല്ലുന്ന മജ്ലിസുകളും അത് ഒറ്റക്ക് ചെല്ലലും അതിൻ്റെ എണ്ണങ്ങളൊക്കെ ക്ലിപ്തമാക്കാൻ തസ്ബീഹ് മാല പിടിക്കലും ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ മുഖ്യമായ കാര്യങ്ങളാണ്. അതെല്ലാം ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതാണ് എന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയങ്ങളായി ആ കാലഘട്ടത്തിൽ വരികയാണ്. ഉറപ്പല്ലേ, സുന്നി ആശയാണതോടോ. ഖാദിരിയും ഷാദുലിയും നക്സബന്ദിയും സൂറവർദിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സുന്നി ആശയക്കാരാണ്. സുന്നി ആശയവുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അത് ഹക്കായ ത്വരീഖത്തുമായി കൊണ്ട് നമ്മളുടെ സഹകരണവും സമസ്തയുടെ ഇടപെടലുകളും അന്നത് ചർച്ച ചെയ്തു. അന്നുണ്ട് കള്ളന്മാർ അന്നും ആട്ടി ഓടിച്ചിക്കണ്. അന്ന് കുരുവട്ടൂരെന്നുണ്ടെങ്കിൽ ആട്ടി തച്ചിട്ടുണ്ടാവും. കുരുവട്ടൂരെന്നുണ്ടെങ്കിൽ അന്ന് പിന്നെ ഓനെ പെറ്റിട്ട് തന്നെയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പോൾ കുരുവട്ടൂരെന്ത് ചെയ്തു, രംഗത്തേക്ക് വന്നു. ഷെയ്ത്താനീയത്തേറ്റ് വന്നപ്പോൾ ആട്ടി ഓടിച്ചു. എന്നിട്ട് ഇപ്പോൾ സമസ്തൻ്റെ ഒരു പ്രമേയമായിട്ട് വന്നിക്കണ്. സമസ്തൻ്റെ പ്രമേയം പാസ്സാക്കിയ വിഷയം അനക്കെങ്ങായി. സമസ്തൻ്റെ പ്രമേയം പാസ്സാക്കിയ വിഷയത്തിൽ ഒരു കടുക് മണിൻ്റെ വർത്താനം പറയാനുള്ള അധികാരമുണ്ടോ? കടുക് മണിൻ്റെ വർത്താനം അതാണ് ഞാൻ പറഞ്ഞ അപ്പക്കണ്ടവൻ അപ്പാന്ന് വിളിക്കുന്ന ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞത്. കാരണം ഇതിൻ്റെ മുന്നേ പ്രസംഗിച്ച എന്താ? ഇതിൻ്റെ മുന്നെന്താ പറഞ്ഞത്? സമസ്തൻ്റെ പ്രമേയം അക്കാലഘട്ടത്തിലുള്ള
സൂഫി വര്യന്മാരായ ആലിമീങ്ങളായ ഔലിയാക്കന്മാരായ വലിയ 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 പണ്ഡിതന്മാർ പാസാക്കിയ പ്രമേയത്തെ ജന്ത കാട്ടിയത് ചവിറ്റുകൊട്ടയിലേക്ക് എറിയുന്നു എന്ന് ചേർന്ന്. ഓൻ വരട്ടെ, പമ്പൈസിനാണ് പറയട്ടെ, പമ്പൈസ് പറയട്ടെ. സമസ്തയുടെ പ്രമേയം പഴക്കും. കാരണം എന്താ? അത് ഭൂരിപക്ഷ തീരുമാനമാണ് വരിക. സുബ്ഹാനല്ലാ, ഈ ഹഴവാൻ പറയുന്നത് നിങ്ങൾ സമസ്തയുടെ പ്രമേയം പേക്കുന്നു. ആരാണ് ആ സമസ്തയുടെ പ്രമേയം പാസാക്കുന്നവര്? ആരാണ് പാസാക്കുന്നവര്? വലിയ വലിയ പണ്ഡിതന്മാർ, വലിയ വലിയ ഔലിയാക്കന്മാർ. ഈ പേക്കണ സമസ്തയുടെ പ്രമേയം പേക്കുമെന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ ശംസുലുലമ വരെ സമസ്തയിൽ എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നത്തെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. എന്തായാലും ശരി, ആ പ്രമേയം അസ്ഥാനത്താണ്. അതിന് എന്ത് തീരുമാനം എടുത്താലും ശരി, ആ തീരുമാനം അസ്ഥാനത്താണ്. ഈ എന്ത് പറയാ, ഈ ചീനാ പറങ്കി പറയപ്പോ എന്താ പറയണത്? എന്താണെങ്കിലും ശരി, ആ പ്രമേയം അസ്ഥാനത്താണ്. ഓൻ്റെ ചെങ്ങായേ, സമസ്ത കേരള ജമിയത്തുൽ രൂപീകൃതമായതിന് ശേഷം സമസ്തക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം കാര്യങ്ങൾ മണ്ണാർക്കാട് 4ാം വാർഷിക സമ്മേളനത്തിലെ 4ാം പ്രമേയമാണ്. മറച്ചുവെക്കാനില്ല, എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. മഹാനരായ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ അവരുടെ വഴി ശരിയല്ല എന്ന് മണ്ണാർക്കാട് വെച്ച് അന്ന് പ്രമേയം പാസാക്കിയത് സമസ്തയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. നഊദു ബില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ചീനാപറങ്കിയായ പമ്പൈസ് പറയുന്നങ്ങൾ മണ്ണാർക്കാട് വെച്ച് നടന്ന പ്രമേയം 3ഓ 4ഓ അല്ലെങ്കിൽ 4ാമത്തെ സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞ പ്രമേയം പാസാക്കിയത് അത് അസ്ഥാനത്താണ്, ശരിയല്ല. ഇവൻ പറയാ എന്താ കാര്യം എന്നറിയോ? കൊണ്ടോട്ടി തങ്ങളെ തള്ളിപ്പറഞ്ഞു. അതാ അവൻ്റെ പ്രശ്നം പറഞ്ഞത്. കാരണം എന്താ? കൊണ്ടോട്ടി തങ്ങൾ ഷിയാക്കളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആളാണ്. കൊണ്ടോട്ടി ത്വരീഖത്ത് ഷിയാക്കളുമായിക്കൊണ്ട് അന്ന് കൊണ്ടോട്ടി ത്വരീഖത്തുകാർ ഷിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയമായിരുന്നു അന്ന് സമസ്ത ചർച്ച ചെയ്തത്. സമസ്ത അത് പാസ്സാക്കി പുറത്താക്കി അവരുമായിക്കൊണ്ട് യാതൊരു ബന്ധവും പാടില്ല, അവരുമായിക്കൊണ്ട് യാതൊരു കൂട്ടുകെട്ടും പാടില്ല, സമസ്തയുമായിക്കൊണ്ട് അവർ യാതൊരു ബന്ധവും ഇല്ല എന്നന്ന് സമസ്ത പാസ്സാക്കി. കാരണം അവരെന്തുണ്ടായിരുന്നു, ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പോക്കുകൾ ശരിയല്ല എന്ന് കണ്ടപ്പോൾ അന്ന് സമസ്ത എടുത്തെറിഞ്ഞു. ഏതുപോലെ കുരുവട്ടൂരികൾ കാന്തപുരം ഉസ്താദിനോടൊപ്പം വളരെയധികം ശക്തമായി കൊണ്ടുവന്നു. അന്ന് മടവൂരി CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സമസ്ത, യഥാർത്ഥ സമസ്തയുള്ളത് അത് കുഞ്ഞിക്കോയ തങ്ങളുടെ കയ്യിലും കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിലുമാണ്. അവരോടൊപ്പം നിന്നോളണം, നിങ്ങൾ അവരെ പിന്നിൽ പ്രവർത്തിക്കണമെന്ന് മടവൂര് ശൈഖുന പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഘടനയിൽ പിടിച്ചു പറ്റാൻ വേണ്ടിക്കൊണ്ട് ആ ഗോഡനീളം നടന്ന് പ്രസംഗിച്ചു. ആര്? നമ്മളുടെ ഗ്ലോബൽ ഷെയ്ഖ്. അങ്ങനെ അതിലൂടെ കയറി വന്നു. പലയിടത്തും ദ്വാരക്കാനൊക്കെ വന്നു. വലിയ തിരക്കടില്ലാതെ ഇങ്ങനെ പോരുമായിരുന്നു. പക്ഷേ പോക്ക് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു. ഇവരുടെ പോക്ക് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടപ്പോൾ സമസ്ത അതിനെപ്പറ്റി ചർച്ച ചെയ്തു. മുഷാവറ കൂടി, 40 പണ്ഡിതന്മാർ കൂടി. അവർ കൂടി തീരുമാനിച്ചു, ഇവർ വെറും തട്ടിപ്പാണ്, കള്ളന്മാരാണ്, ഔലിയാക്കന്മാരുടെ പദവിയിലല്ല ഉള്ളത്, ആയതുകൊണ്ട് അവരെടുത്തെറിയണമെന്ന് അന്ന് സമസ്ത തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് 2013 കാലഘട്ടത്തിൽ നിങ്ങളെ എടുത്തൊഴിവാക്കിയത്. ഒരു രംഗത്തേക്കും കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു, മാറ്റി നിർത്തണം അവരെ എന്ന് പറഞ്ഞു. സമസ്ത പറഞ്ഞത് കേൾക്കാൻ താല്പര്യമുള്ള നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ അത് അംഗീകരിച്ചു. കുരുവട്ടൂരികളെ തള്ളി. ഒപ്പം ഉണ്ടായിരുന്നവർ പല പ്രായം ചെന്ന ഫൈസിമാരും പഴയ സക്കാഫികളും ഒരുപാട് ആളുകൾ ഇവരോടൊപ്പം കൂടി. മൂല്യന്മാർ അങ്ങനെയാണ്, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏത് കെണിയിൽ പോയിട്ട് മൂല്യന്മാർ ചാടുപ്പോൾ അങ്ങനെയാണ്. എല്ലാ കെണിയിലും മൂല്യന്മാർ പോയി ചാടുമല്ലോ. ശ്രദ്ധിച്ചു നോക്കോണ്ടി.
മുത്തങ്ങല്ലാത്ത കസായല്ല എന്ന മാതിരിയാണ്, എല്ലാത്തിനും പോയി ചാടും ചെയ്യും. ഇതുപോലത്തെ മൊയന്തകളല്ലേ. ഇപ്പം ഇവനൊക്കെ നല്ല മട്ടത്തിന് പോവുകയായിരുന്നു. അങ്ങനെയാണ് മറ്റവൻ്റെ കെണിയിൽ പോയി ചാടിയത്. ഓൻ കാട്ടിൽ നിന്ന് വന്നവരോ പിന്നെ കുതിരനേറ്റ് വന്നുകാണ്ട് ഓൻ്റെ കുതിര അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞുകാണ്ട് അങ്ങനെ ഓൻ്റെ ഒപ്പം കൂടി. ഈ നൗഷാദൊക്കെ നല്ല ഉഷാറായിട്ട് പോവുകയായിരുന്നു. എന്തോരം നല്ല ഉഷാറായിട്ട് പോയിരുന്നു. കുറച്ചൊക്കെ കിബിർ അന്നും ഉണ്ട് കേട്ടോ. സംഘടനയിലുണ്ടായിന് അന്നുകൊണ്ട് അവന് കിബിറിൻ്റെ അഹങ്കാരത്തിൻ്റെ മൂത്താപ്പായിരുന്നു അവന്. നമ്മളൊരു പരിപാടിക്ക് കൊടുന്നിട്ട് ഓൻ കാലുമലക്കാലും കയറ്റിയിട്ട് സ്റ്റേജിൽ അങ്ങനെ ഇരിക്കുക. ഒരു തങ്ങൾ വന്നപ്പോൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ വരുമ്പോൾ ഇപ്പം ഫോണമ്മ കളിച്ചിട്ട് സ്റ്റേജിൽ അങ്ങനെ കാലുമലക്കാലും കയറ്റി ഇരിക്കുക. ഇവൻ ക്ലിപ്പിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നിക്കുക. ഇവൻ പോയതിനു ശേഷം ഇന്നോട് ചോദിച്ചു, റഹ്മാനി ഇവൻ വലിയ കിബിറനാണില്ലേ, ഇവനെ നമ്മൾ പരിപാടിക്ക് കൊടുന്നത്. എന്നോട് ചോദിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് നമ്മൾ സംഘടനയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത്ര കിബിറ അന്ന് തന്നെ ഓനുണ്ട്. പക്ഷേ പിന്നെ എന്തായാലോ നമ്മൾ ഇങ്ങനെ ഈ ചങ്കും കൊല്ലിയും പൊട്ടിച്ചിക്കാണ്ട് പറയണല്ലേ വേണ്ട മുണ്ടണ്ടാച്ചിട്ട് മുണ്ടാന്ന അത്ര അന്നേ കിബിറനാണ്. ആ കിബിർ ഓൻ ഇന്നും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതിൽ പോയി ചാടിയാണ്ട് ഇപ്പോൾ ആലിമീങ്ങളെ പറയാം. എന്നിട്ട് ഇപ്പോൾ ഓന് ഇപ്പോൾ പറഞ്ഞെന്താ സമസ്തൻ്റെ പ്രമേയം തള്ളി അന്ന്. ഇപ്പോൾ എന്ത് ചെയ്യണം, സമസ്തക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓരോരുത്തരെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ നോക്കൂ, സമസ്തയുടെ പ്രമേയം അത് പണ്ഡിതന്മാർ തീരുമാനിച്ചത് തീരുമാനമായി. എന്താ ചെങ്ങായി ഉസുറും പൊളിയുണ്ട് എനിക്കൊക്കെ. ഇതൊന്ന് ചിന്തിച്ചോക്കാം. ഒന്ന് ചിന്തിച്ചു കണ്ട് കൈകാര്യം ചെയ്യടോ നിങ്ങൾ. ഒരു സ്റ്റേജും കെട്ടിക്കാണ്ട് ഈ റമദാൻ മാസം അടുക്കാനായി, ഷാബാനായി, ഇനി നല്ലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കി നിങ്ങൾ സ്റ്റേജുമ്പോൾ കെട്ടിയാണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അതിലൂടെ എന്തെങ്കിലും പഠിക്കാൻ പറ്റും. ഇത് നിങ്ങൾ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ രൂപത്തിൽ സംസാരിക്കേണ്ടി വരികയാണ്. കാരണം ജനങ്ങൾക്കിത് ബോധ്യപ്പെടണ്ടേ. നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ വെറും കെട്ടും പൂട്ടും കോലം തന്നെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ജനങ്ങൾക്ക്. പറഞ്ഞു കൊടുക്കൽ നമ്മളുടെ ബാധ്യതയല്ലേ. അതുകൊണ്ടാണിത് പറയുന്നത്. ഏതായാലും പോടാ മോനെ, ഞമ്മക്ക് ഈ പറയണമെന്നും അവന് പറ്റണില്ല. അതുകൊണ്ട് പോടാന്നാണ് ഒച്ചമിളി ഉണ്ടാക്കുകയാണോ? എന്താടാ